വിഷന്റെ ന്യൂസ് എക്സ്പ്ലെയിൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കതിരിടേണ്ട നെൽപ്പാടങ്ങളിൽ മറ്റു വിളകൾ സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി ഇല്ലാതെയായി. നാളെയാണ് ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ആഘോഷം. ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും ക്ഷേത്ര കമ്മിറ്റികൾ വൻവില കൊടുത്താണ് കതിരുകൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നെൽപ്പാടങ്ങളിൽ യഥേഷ്ടം നെൽകൃഷി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഇല്ലാത്തതാണ് ഇതിന് കാരണമായത്. നാട്ടുകൽ വിഷൻ ടീം തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കതിരിടേണ്ട നെൽപ്പാടങ്ങളിൽ മറ്റു വിളകൾ സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. വെള്ളിനേഴി, കോട്ടോപ്പാടം, താഴേക്കോട്, തച്ചനാട്ടുകര, ആലിപ്പറമ്പ് തുടങ്ങി വിവിധ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട നെൽപ്പാടങ്ങളിൽ നെൽകൃഷിക്ക് പകരം മിക്കയിടവും വാഴ, കപ്പ, ചേന എന്നിവ കീഴടക്കിയതോടെ നെൽക്കതിരുകൾക്ക് ഇത്തവണ വൻ ക്ഷാമമാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രങ്ങളിലും വീടുകളിലും നടക്കുന്ന ഇല്ലം നിറാഘോഷവും നിറപുത്തരിയുമൊക്കെ നെൽക്കതിരുകൾ ആവശ്യമായി വന്നതോടെ വീട്ടുകാർക്ക് കിട്ടാതെയായി. മിക്ക ക്ഷേത്ര കമ്മിറ്റികളും കൊപ്പം, മുളഞ്ഞൂർ, കൊല്ലങ്കോട്, കുന്നംകുളം സ്ഥലങ്ങളിലെയും മറ്റു അന്യസംസ്ഥാനങ്ങളെയുമാണ് യഥേഷ്ടം ആശ്രയിക്കുന്നത്. ഒരു ചുരുട്ട് കതിരിന് 100 രൂപ മുതൽ 200 രൂപ നൽകിയാണ് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നത്. നെൽക്കതിരുകൾ കൊണ്ട് കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്. കറുത്തവാവ് കഴിഞ്ഞുള്ള ആദ്യത്തെ 2 ഞായറാഴ്ചകളിലാണ് ചടങ്ങ് കൊണ്ടാടുന്നത്. വീട്ടിലെ മുതിർന്നാംഗം മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് വീടിൻ്റെ പടിക്കലിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം നിലവിളക്കിൻ്റെ അകമ്പടിയിൽ കതിർ വീടിൻ്റെ ഉമ്മറത്ത് ചാണകത്തിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചടങ്ങ്. നിറാപുത്തരിയെ കുറിച്ച് പറയുമ്പോൾ വ്യവസായത്തിൻ്റെ അന്ന് വിത്തിറക്കണ വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന നെൽക്കതിർ കൊണ്ടാണ് കർക്കിടക മാസത്തിലെ ആവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വീടുകളിലും നിറപുത്തരി ആഘോഷം നടത്തുന്നത്. അതൊരു ഐശ്വര്യത്തിൻ്റെയും അടുത്ത ഓണത്തിൻ്റെ വരവിൻ്റെ മുന്നോടിയായി നടത്തുന്ന ഒരു കർമ്മമാണ്. അതിനെ നെൽക്കതിർ കൊണ്ടുവന്ന് വീടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് വെച്ച് നിലവിളക്ക്, വീട്ടിലെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ എല്ലാവരും നിറനിറൂ എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഐശ്വര്യത്തിനെ കയറ്റിക്കൊണ്ടുപോവുക എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. പഴയ കാലം മുതൽ കർഷക വീടുകളിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ്. ഇതിനോടനുബന്ധിച്ചാണ് ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. ചില ക്ഷേത്രങ്ങൾ നെൽക്കതിർ കിട്ടാതെയായതോടെ ചടങ്ങ് പോലും ഉപേക്ഷിച്ച മട്ടിലാണ്. പെരുമ്പാലപ്പാറ, മാനഞ്ചേരി, ആറാട്ടുകടവ്, നെച്ചിയിൽപ്പാടം, ഇടശ്ശേരിപ്പാടം, കളത്തുംപാടം തുടങ്ങി പാടശേഖരങ്ങളിൽ നിറയെ കപ്പയും വാഴയും മറ്റ് നാണ്യവിളകളും സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി ഇല്ലാതെയായി. നെൽകൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തതും കർഷകർക്ക് അനുകൂലമായ നടപടികൾ ഇല്ലാത്തതും നെൽകൃഷി നഷ്ടമായതുകൊണ്ടാണ് മിക്ക കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായി കൃഷിഭവനുകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ കർഷകർ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. ആദ്യകാലങ്ങളിൽ നെൽപ്പാടങ്ങളിൽ യഥേഷ്ടം നെൽകൃഷി ഉണ്ടായിരുന്നതായും കതിരിൽ ക്ഷാമയില്ലായിരുന്നുവെങ്കിലും ഇന്ന് കൃഷി ഇറക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് പ്രശ്നം സങ്കീർണമാക്കുന്നതായി കർഷകനായ അമ്പലത്ത് വിശ്വനാഥൻ പറഞ്ഞു. പഴയ കാലങ്ങളിലെ പാടശേഖരങ്ങളിലെ പാടത്തൊക്കെ ഇഷ്ടംപോലെ കതിരും നെൽകൃഷി ധാരാളം ഉണ്ടായിരുന്നു. അന്ന് കതിരിന് വിഷമം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഈ ആവശ്യത്തിന് നെൽക്കതിർ കൊണ്ടുവരുന്നത്. വെള്ളം നിറ, വല്ലം നിറ, പത്തായം നിറനിറൂ എന്ന് പറഞ്ഞ ചൊല്ലുകൊണ്ടാണ് ഈ ചടങ്ങ് തുടങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൽ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.